കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-5 വേദഭാഗങ്ങൾ നമുക്ക് ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വായിക്കാം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ വേദഭാഗങ്ങളിൽ കർത്താവ് യേശുക്രിസ്തു, നാമും കർത്താവായ യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഈ ഒരു ബന്ധത്തിനു വേണ്ടിയാണ് യേശു അവരെ തിരഞ്ഞെടുത്തത്. ആ ഒരു കാര്യം ഇവിടെ അസന്നിഗ്ധമായി കർത്താവ് യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ പലപ്പോഴും ശിഷ്യന്മാർ ഗുരുവായിട്ട് കണ്ടു. യേശു അവരെ പഠിപ്പിച്ചു. ഒരു യഹൂദ റബിക്ക് ലഭിക്കേണ്ടതായ സകല പ്രാധാന്യവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുവിന് നൽകി. ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഗുരു ശിഷ്യനിലും ശിഷ്യൻ ഗുരുവിലും എന്നുള്ളതായ ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ കർത്താവ് യേശുക്രിസ്തു മുന്തിരിവള്ളിയുടെ ഉപമ പ്രസ്താവിച്ചുകൊണ്ട് വളരെ മനോഹരമായി ചിത്രീകരിക്കുകയാണ്. യേശു പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിട്ട് മുന്തിരിവള്ളിയുടെ ഉപമയായിട്ട് യേശു പറയുന്നു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ. നമുക്ക് സ്വയമായി കായ്പാൻ കഴിയത്തില്ല. നമുക്ക് സ്വയമായി ഒരു ഫലം കൊടുക്കുവാൻ കഴിയത്തില്ല. നമുക്ക് ഫലം കൊടുക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല. എന്താണ് ഈ വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സകല തീരുമാനങ്ങളും നമ്മളുടെ ഇച്ഛയും എല്ലാം കർത്താവിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഉത്തമഗീതം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ അവനിലും അവൻ എന്നിലുമാണ്, അല്ലെങ്കിൽ അവൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൻ തന്നെ എന്നുള്ളതായ ആ ഒരു ബന്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചില വേദഭാഗങ്ങൾ ഈ ഒരു വേദഭാഗത്തെ കൂടുതൽ അർത്ഥസമ്പുഷ്ടമാക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കും. ഇവിടെ സുവിശേഷം എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെയാണ്. ആ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ. ഇതാണ് വസിക്കുക എന്ന് പറയുന്നതിൻ്റെ ബൈബിൾ വിശദീകരണം. ഹോശിയ പ്രവചനം 14-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എഫ്രയീമേ, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത്? ഞാൻ അവന് ഉത്തരമരുളി അവനെ കടാക്ഷിക്കും. ഞാൻ തഴച്ചിരിക്കുന്ന സരള വൃക്ഷം പോലെ ആകുന്നു, എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും. ഈ വേദഭാഗം ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം കൂടെ ഞാനൊന്ന് വായിക്കുകയാണ്. വാട്ട് have I to do any more with the idols? I have heard and observed him. I am like a green cypress tree. Your fruit is found in me. അവസാനം പറഞ്ഞ ആ വാക്ക് ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. Your fruit is found in me. നിന്റെ ഫലം എന്നിൽ കണ്ടെത്തിയിരിക്കുന്നു. അതായത് കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കുന്ന, യേശുവിൽ തീരുമാനങ്ങളെടുക്കുന്ന, യേശുവിൽ ഇച്ഛ നൽകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫലം എന്ന് പറയുന്നത് ദൈവം അവന് കൊടുക്കുന്നതാണ്. ഈ ഒരു ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഫലം നമ്മളിൽ കടന്നു വരുവാനിടയായിത്തീരും. വിശുദ്ധ ബൈബിളിൽ മറ്റ് ചില വേദഭാഗങ്ങളിൽ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ഒരു വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. നമ്മളിൽ നിന്ന് വരുന്ന ഫലം ദൈവം ഇച്ഛിക്കാത്തതോ ദൈവിക സ്പർശനമില്ലാത്തതോ ആണെങ്കിൽ നാം ദൈവത്തിൽ വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം, കർത്താവേ, ഞാൻ നിന്നിൽ വസിക്കും. എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം നിന്നിലാണ്. ദൈവവചനത്തെയും കർത്താവ് യേശുക്രിസ്തുവിനെയും നമ്മുടെ മുമ്പിൽ വെച്ച് വേണം നാം തീരുമാനങ്ങൾ എടുക്കുവാൻ. നമ്മുടെ പ്രാർത്ഥന ഏത് വിഷയത്തിലാണെങ്കിൽ പോലും ദൈവമുഖത്തേക്ക് നോക്കി എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ അവനിൽ വസിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ മൂലമുള്ള ആ ഫലം നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
ഈ പ്രഭാതത്തിൽ അതിനുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരുമിച്ച് നാം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയപിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചന നിമിത്തമുള്ള ദൈവിക അനുഗ്രഹങ്ങൾ കർത്താവേ, അങ്ങയോടുള്ള ആ ബന്ധത്താലുള്ള ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.